Hello students, welcome to lesson 5.08 in professional business skills. We continue with our discussion on the need for digital marketing in this session part B. ഡിജിറ്റൽ മാർക്കറ്റിന്റെ ആവശ്യകതയുടെ പാർട്ട് എ നമ്മളൊരു 4-5 പോയിന്റ്സ് കാണുകയുണ്ടായി. അതിൽ തന്നെ അടുത്ത 4-5 പോയിന്റ്സ് നമുക്ക് ഈ ലെസണിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഇൻക്രീസ്ഡ് റവന്യൂ. പലപ്പോഴും കാണുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ സെയിൽസിലേക്ക് നല്ല ചേഞ്ചസ് വരുന്നതായിട്ട് കാണുന്നു. അതായത് ഒരു പ്രോസ്പെക്റ്റിൽ നിന്നൊരു കസ്റ്റമറിലേക്ക് മാറാനുള്ള സാധ്യത ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വളരെ കൂടുതലാണ്. പ്രോസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്നുള്ള നിലയിൽ നിന്ന് അയാൾ നമ്മുടെ ഒരു കസ്റ്റമറായി മാറുന്നതിന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെയാണ് കൂടുതൽ ചാൻസസ് ഒരാൾ പ്രോസ്പെക്ട് സ്റ്റേറ്റസിൽ നിന്ന് കസ്റ്റമർ സ്റ്റേറ്റസിലേക്ക് മാറും. പല കാരണങ്ങൾ അതിനുണ്ട്. വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്, കസ്റ്റമർ താല്പര്യം അറിഞ്ഞുള്ള കമ്മ്യൂണിക്കേഷൻ, ഈസ് ഓഫ് ബൈയിങ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിന് കൺവെൻഷണൽ മാർക്കറ്റിംഗിനേക്കാൾ ഈ വിഷയത്തിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരാളെ പ്രോസ്പെക്ട് സ്റ്റേറ്റസിൽ നിന്ന് കസ്റ്റമർ സ്റ്റേറ്റസിലേക്കുള്ള അയാളുടെ മാറ്റം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കൂടുതലാണ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ പറയുന്നത് ഏകദേശം 78% ഇൻക്രിമെന്റൽ സെയിൽസ് ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് മാത്രം 78% സെയിൽസ് കൂടിയിരിക്കുന്നു. അപ്പോൾ ഇൻക്രിമെന്റൽ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇല്ലായിരുന്നെങ്കിൽ എന്നുള്ള സ്ഥിതിയിൽ നിന്ന് 78% വർധനവ് ബിസിനസ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നതുകൊണ്ട് മാത്രമുണ്ടായി. ബാക്കി എല്ലാ കാര്യങ്ങളും നിലനിൽക്കെ തന്നെ ഒരു സ്ഥാപനത്തിന് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ 80% ആളുകളെ കസ്റ്റമർ സ്റ്റേറ്റസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ഇൻക്രിമെന്റൽ ബിസിനസ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഒരു പർട്ടിക്കുലർ എലിമെന്റ് കൊണ്ട് മാത്രം നമ്മൾക്ക് എന്ത് ഇൻക്രീസ് ഉണ്ടായി? ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ട് അറൌണ്ട് 80% നമുക്ക് സെയിൽസിൽ ഇൻക്രീസ് ഉണ്ടായി. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇൻക്രീസ്ഡ് റവന്യൂ. ഇൻക്രീസ്ഡ് സെയിൽസ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് റവന്യൂയിലേക്ക് നയിക്കുന്നത് അല്ലേ? നമുക്ക് വിൽപ്പന കൂടുമ്പോൾ നമുക്ക് അതനുസരിച്ച് വരുമാനത്തിന് റവന്യൂ എന്ന് പറയും. അടുത്തത് ഈസിയർ ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ്. നമ്മൾ അനേകം തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് തുല്യമായ റിട്ടേൺസ് വരുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു. എവിടെ സ്പെൻഡ് ചെയ്യണം, സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്? ഡിജിറ്റൽ മാർക്കറ്റിൽ അനേകം മെട്രിക്കുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾക്ക് ഏത് ചാനലിൽ എത്ര തവണ നമ്മൾ ഒരു ഇൻസർഷൻ എടുക്കുന്നു, നമ്മുടെ ആഡ് എത്ര പേര് കാണുന്നു, എത്ര സമയം വീതം കാണുന്നു, ഏത് സമയത്ത് കാണുന്നു, എങ്ങനെയുള്ള പ്രൊഫൈലിലുള്ള ആളുകളാണ് കാണുന്നത്, കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്ക് അവൈലബിൾ ആണ്. എവിടെ അഡ്വർടൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഗുണം, എവിടെ അഡ്വർടൈസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സെയിൽസ് നടക്കുന്നത്, എവിടെ അഡ്വർടൈസ് ചെയ്യുന്നതിൽ നിന്നാണ് കൂടുതൽ എൻക്വയറീസ് ജനറേറ്റ് ചെയ്യപ്പെടുന്നത്, ഇത്തരം കംപ്ലീറ്റ് ഡീറ്റെയിൽ ട്രാക്കിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതനുസരിച്ച് നമ്മൾക്ക് ചേഞ്ചസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ വരുത്താൻ, നമ്മളുടെ സ്പെൻഡിങ് പാറ്റേൺസിൽ മാറ്റം വരുത്താൻ, മാർക്കറ്റിംഗും കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ, അങ്ങനെ ചുരുക്കത്തിൽ നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ അഡ്വർടൈസിങ്ങിനായാലും മാർക്കറ്റിങ്ങിനായാലും നമ്മൾ ഒരു സംഖ്യ, ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് റിട്ടേൺസ് മാക്സിമൈസ് ചെയ്യാൻ എവിടെ ഇട്ടാലാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടുക എന്ന് നമുക്ക് ട്രാക്ക് ചെയ്ത് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടുത്തത് ഇൻക്രീസ്ഡ് ഇന്ററാക്ഷൻ. ഇത് നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്. കസ്റ്റമറായിട്ട് വളരെ അധികമായി ഇടപഴകാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ സാധിക്കുന്നുണ്ട്. കസ്റ്റമറുടെ താല്പര്യങ്ങൾ എന്താണ്, കസ്റ്റമർക്ക് എന്താണ് വേണ്ടത്, കസ്റ്റമർക്ക് ഏത് രീതിയിലുള്ള സേവനമാണ് ആവശ്യം, കസ്റ്റമറുടെ പ്രത്യേകമായ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, കസ്റ്റമർക്ക് വ്യക്തിപരമായ ഒരു പേഴ്സണലൈസ്ഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുക, ഇതെല്ലാം ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ പോസിബിൾ ആണ്. അത് പല രീതിയിൽ, ഇപ്പോൾ കസ്റ്റമർക്ക് നമ്മൾക്ക് പേഴ്സണൽ ഒരു ഇമെയിൽ അയക്കുന്നത് മുതൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ്, ഒരു വാട്സാപ്പ് മെസ്സേജ്, ഫേസ്ബുക്കിൽ ഒരു ആഡ്, കസ്റ്റമറുടെ ഫേസ്ബുക്ക് പേജിൽ ലാൻഡ് ചെയ്യുന്ന രീതിയിലൊരു ആഡ്, അല്ലെങ്കിൽ കസ്റ്റമറുടെ ബ്ലോഗിൽ നമ്മൾക്ക് ഒരു പേജ് വരുന്ന പോലെ, അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഒരു കസ്റ്റമറോട് അയാൾക്ക് ആവശ്യമുള്ള സമയത്ത്, അയാൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത്, അയാൾക്ക് വേണ്ട കാര്യം, വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഫോർമാറ്റുകളിൽ നമുക്ക് കസ്റ്റമറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ചെറിയ വീഡിയോസ് നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം. ഒരു പരസ്യം കാണുന്നതിലും ഒരു പേപ്പറിൽ ആഡ് കാണുന്നതിലും എത്രയോ രസകരമായിരിക്കും ഒരു വീഡിയോയിലൂടെ, നമുക്ക് ഷോർട്ട് വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതേ വീഡിയോ TV ചാനലിൽ ഇടുമ്പോൾ എന്തുമാത്രം പണം ചെലവാക്കണം, അതുപോലെ തന്നെ നമ്മൾ കാണുമോ ഇല്ലയോ എന്ന് അറിയില്ല. നേരെ മറിച്ച് ഒരു പ്രത്യേക വിഷയത്തിൽ താല്പര്യമുള്ള ഒരാളുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മളുടെ ആഡ് ഒരു പരസ്യത്തിന്റെ രൂപത്തിൽ, ഒരു ഷോർട്ട് വീഡിയോയുടെ രൂപത്തിൽ കയറുകയാണെങ്കിൽ സന്തോഷകരമായ കാര്യം. അതുപോലെ പേഴ്സണൽ എക്സ്പീരിയൻസ്, യൂസ് ചെയ്തവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ്, അവരുടെ ടെസ്റ്റിമോണിയൽസ്, അവർ അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ്. ആ പ്രൊഡക്റ്റ് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ള രീതിയിൽ
കസ്റ്റമേഴ്സ് ഒപ്പീനിയൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, യൂസേഴ്സിന്റെ റിവ്യൂ, സർട്ടിഫൈഡ് പർച്ചേസർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ കൊമേഴ്സ് സൈറ്റുകളിൽ കാണും. വെരിഫൈഡ് പർച്ചേസ്, അയാൾ അതിന് 3 സ്റ്റാർ റേറ്റിംഗ് 4 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് കസ്റ്റമറായിട്ട് പല രീതിയിൽ ഇന്ററാക്ട് ചെയ്യാനും കസ്റ്റമറെ സ്വാധീനിക്കാനും നമുക്ക് സാധിക്കുന്നു. കൂടുതൽ ഇന്ററാക്ഷൻ നടക്കുന്നത് കസ്റ്റമറെ നമുക്ക് കൂടുതൽ നമ്മളുടെ പ്രൊഡക്റ്റിലേക്ക് താല്പര്യം ജനിപ്പിക്കാനും പ്രൊഡക്റ്റ് വാങ്ങിക്കാനും ഉള്ള സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ കൂടുതലായിട്ട് ഇടപഴകുമ്പോഴാണ് നമുക്ക് കസ്റ്റമറെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നത്. കൂടുതൽ വിവരങ്ങൾ കിട്ടുന്ന വഴി അവരുടെ താല്പര്യം മനസ്സിലാക്കി അതിനനുസൃതമായിട്ട് നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുന്നു, കസ്റ്റമറായിട്ട് ബന്ധം സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നു. ഇതാണ് ഇൻക്രീസ്ഡ് ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്. ഇതും മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. മറ്റ് പല കൺവെൻഷണൽ വീഡിയോയിൽ നോക്കുമ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് ഹൈലി കോസ്റ്റ് എഫക്റ്റീവ്. പക്ഷേ ഇനീഷ്യൽ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നേക്കാം. എന്നിരുന്നാൽ പോലും കൺവെൻഷണൽ അഡ്വർടൈസിങ്ങിനോടോ കൺവെൻഷണൽ മാർക്കറ്റിങ്ങിനോടോ ചിന്തിക്കുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്ട്രീംലി കോസ്റ്റ് എഫക്റ്റീവ്. ചെറിയ ബിസിനസ്സുകൾക്ക് പോലും ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം വളരെ കുറഞ്ഞ കോസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് ഗ്രോത്ത് അനുസരിച്ച് സ്കെയിലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ നോക്കിയാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു അഫോർഡബിൾ ആയ ഒരു സംഭവമാണ്. നമുക്ക് തീർത്തും കോസ്റ്റ് കൂടുതൽ കൊണ്ട് വേണ്ട എന്ന് വെക്കേണ്ട ഒരു സാധ്യത ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ കാണുന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എപ്പോഴും കോസ്റ്റ് എഫക്റ്റീവ് ആയ, സ്കെയിലബിൾ ആയ, ഏത് സൈസിലുള്ള കമ്പനികൾക്കും യൂസ് ചെയ്യാവുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് പാർട്ട് ബിയിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, ഇൻക്രീസ്ഡ് റവന്യൂ, വരുമാനം കൂടുതൽ ലഭിക്കുന്നു. ഈസി ട്രാക്കിംഗ് ആൻഡ് മോണിറ്ററിംഗ്, നമ്മൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ROI നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് എന്ത് റിട്ടേൺസ് കിട്ടുന്നുള്ള കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇൻക്രീസ്ഡ് ഇന്ററാക്ഷൻ, കസ്റ്റമേഴ്സ് ആയിട്ട് നമുക്ക് കൂടുതൽ ഇടപഴകാൻ സാധിക്കുന്നു. കസ്റ്റമർ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കുന്നു. കസ്റ്റമറെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കസ്റ്റമർക്ക് വേണ്ട സ്പെഷ്യൽ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ, പേഴ്സണലൈസ്ഡ് ആയിട്ട് കസ്റ്റമർ സർവീസ് കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്. കൺവെൻഷണൽ മാർക്കറ്റിങ്ങിനേക്കാൾ എന്തുകൊണ്ടും കോസ്റ്റ് എഫക്റ്റീവ് ആണ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം സെറ്റപ്പ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും. ചെറിയ സ്ഥാപനങ്ങൾക്കും വലിയ സ്ഥാപനങ്ങൾക്കും ഇടത്തര സ്ഥാപനങ്ങൾക്കും ഒന്നുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊണ്ടു നടക്കാവുന്ന ഒരു സംഗതിയാണ്. അപ്പൊ ഇത്രയുമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ നീഡ്. എന്തുകൊണ്ട്, വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഈ ക്ലാസ്സിലും കഴിഞ്ഞ ക്ലാസ്സിലുമായി പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ളത് അടുത്ത 2 ക്ലാസ്സിലായിട്ട് ലെസൺ 5.9ലും 5.10ലുമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. Until we meet up for that, goodbye and thanks.